ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമുക്ക് കാറ്റത്തെ കിളിക്കൂട്ടിലെ നിധിയുടെയും സുധീഷിൻ്റെയും നാളത്തെ നല്ലൊരു കഥ കേൾക്കാം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. സുധീഷും കൂടി റോഡിൽ കൂടി നടന്നു വരികയാണ്. ആ സമയത്താണ് സുനന്ദയുടെ വീട്ടിൽ നിശ്ചയത്തിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്യുന്നത്. വാതിലൊക്കെ മാലയൊക്കെ ഇട്ട് അറേഞ്ച് ചെയ്യുന്നു. കസേരയും മേശയെല്ലാം കൊണ്ട് സെറ്റ് ചെയ്യുകയാണ്. ഇതൊക്കെ കാണുമ്പോൾ സുഭാഷിനെ വിളിച്ച് കാണിക്കും. നോക്കൂ സുഭാഷ് ചേട്ടാ, ഭയങ്കര വിപുലമായ രീതിയിൽ നിശ്ചയം നടത്താനായിരിക്കും ഉദ്ദേശിക്കുന്നതെന്ന് പറയും. അതെന്തെങ്കിലും അവിടെ നീങ്ങി പോരെന്ന് പറയും. ഉടനെ ഇവർ നടന്നു വരുമ്പോൾ ഗംഗാധരൻ്റെ അടുത്ത് അവിടെ പന്തലിടുന്നൊരു ചേട്ടൻ പറയും, അതോ നോക്ക് ഗംഗേട്ടാ, നമ്മുടെ ഭാസ്കരൻ്റെ മക്കളല്ലേ ആ പോകുന്നത്. ഓ ആന്നാന്ന് എന്നിങ്ങനെ ഗംഗാധരൻ പറയും. ഇത് കേൾക്കുന്ന സുനന്ദ അകത്ത് നിൽക്കുന്നതായിരുന്നു. പേര് കേൾക്കുമ്പോഴേ ഓടി വന്നിട്ട് ഇങ്ങനെ ജനലിൻ്റെ ഗ്ലാസ്സിൽ കൂടി നോക്കുമ്പോഴത്തേക്ക് സുഭാഷും സുധീഷും കൂടി നടന്നു പോകുന്നു. സുനന്ദയെ ഇങ്ങനെ സൈഡിൽ കൂടി സുധീഷ് കാണും. പിന്നെ സുഭാഷിൻ്റെ അടുത്ത് പറയും, സുഭാഷേട്ടാ അതേ നോക്ക് സുനന്ദയെന്ന് പറയും. അങ്ങനെ സുനന്ദ ആ ജനലിൻ്റെ അരുവിൽ കൈ പിടിച്ച് വെച്ചുകൊണ്ട് നിന്ന് ഭയങ്കര കരച്ചിലാണ്. കാണുമ്പോൾ സുഭാഷിനും അങ്ങ് ഭയങ്കര വിഷമം പറയും. സുഭാഷ് നീങ്ങി വന്നേന്ന് പറഞ്ഞുകൊണ്ട് സുധീഷിനെ കൈ പിടിച്ചുകൊണ്ട് അങ്ങ് പോകും. രാത്രിയിൽ വീട്ടിൽ പാചകം ചെയ്യുന്ന സമയത്ത് പിന്നെ ഒരു ശ്രദ്ധ കിട്ടത്തില്ല. ഉള്ളിയൊക്കെ മൂപ്പിക്കുമ്പോൾ അതൊക്കെ കരിഞ്ഞു പോവും. വെള്ളമൊക്കെ ഇങ്ങനെ തിളച്ച് പോകുന്നു. ഒരു ശ്രദ്ധയില്ലാതെ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും. സുഭാഷിൻ്റെ മനസ്സ് മുഴുവൻ സുനന്ദയാണ്. സുനന്ദ മുമ്പ് പറഞ്ഞ പല കാര്യങ്ങളും അടുക്കള വാതിലിൽ കൂടി കയറി വരുന്നതും എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന കറിയെക്കാട്ടിലും ഭയങ്കര ടേസ്റ്റാണ് സുഭാഷ് ചേട്ടൻ വെക്കുന്ന കറികൾക്ക് എന്നൊക്കെ പറയുമ്പോൾ ഒരു പാത്രത്തിനകത്തെടുത്ത് ഒരു ഷെയർ സുനന്ദയ്ക്ക് കൊടുക്കുന്നതൊക്കെ തന്നെയാണ് സുഭാഷിൻ്റെ മനസ്സിൽ. സുനന്ദ വരുന്നതും സുനന്ദയോട് സംസാരിക്കുന്നതൊക്കെ സുഭാഷിന് വലിയ ഇഷ്ടമായിരുന്നു. അപ്പോൾ അതൊക്കെ മനസ്സിൽ കിടക്കണം. ശ്രദ്ധ അവിടെ അല്ല. അതുകൊണ്ടാണ് പല കാര്യങ്ങളും ശ്രദ്ധയില്ലാതെ വരുമ്പോൾ പാചകത്തിൻ്റെ ഒരു ശ്രദ്ധ തന്നെ മാറിപ്പോകുന്നു. ഇതൊക്കെ കാണുന്ന സുധീഷിന് മനസ്സിലാവും സുഭാഷ് ചേട്ടൻ മനസ്സ് ഇവിടങ്ങുമല്ല. എന്താ സുഭാഷ് ചേട്ടൻ എന്ത് പറ്റി? ഒന്നുമില്ല. എന്തൊരു ഉള്ളിയൊക്കെ കരിഞ്ഞു പോയല്ലോ. അതെന്തോ ശ്രദ്ധിക്കാതെ ചെയ്തത്. അപ്പോൾ സുഭാഷ് ചേട്ടൻ ശ്രദ്ധ ഇവിടങ്ങും അല്ല. സുഭാഷ് ചേട്ടൻ വന്നേ, പാചകമൊക്കെ നമുക്ക് പിന്നെ ചെയ്യാം. അത് ഞാൻ ചെയ്തോളാം. അതൊക്കെ അവിടെ ഇട്ട് സുഭാഷ് ചേട്ടാ ഇനി വന്നേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഭാസ്കരൻ്റെ കട്ടിനടിച്ച് നിന്നിട്ട് ഭാസ്കരൻ ഒഴിച്ച് ഇരിക്കുന്ന മദ്യക്കുപ്പിയുണ്ട്. ആ മദ്യക്കുപ്പി എടുത്ത് കുറച്ച് മദ്യമൊക്കെ ഇരിക്കുമ്പോൾ അതുമെല്ലാം എടുത്തുകൊണ്ട് വന്നിട്ട് അതിനകത്തുനിന്നൊരു ഗ്ലാസ് ഒഴിച്ച് സുഭാഷിന് കൊടുക്കും. എനിക്കൊന്നും വേണ്ട, കഴിക്കും സുഭാഷ് ചേട്ടാ, മനസ്സിൽ വിഷമങ്ങളൊക്കെ ഉള്ള സമയത്ത് ഇതൊക്കെ കുടിക്കുന്നത് വളരെ നല്ലതാണെന്ന് പറയും. അങ്ങനെ നിർബന്ധിച്ച് സുഭാഷിനെ ഒഴിച്ചു കൊടുക്കും. സുഭാഷ് അതെല്ലാം അങ്ങ് കഴിക്കും. കഴിച്ചതിന് ശേഷം ഇനി സുഭാഷിൻ്റെ മനസ്സിലുള്ള വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ എനിക്ക് പറയാൻ പറയും. അപ്പോൾ സുഭാഷ് പഴയ കാര്യങ്ങളൊക്കെ മനസ്സിൽ ഒളിപ്പിച്ച് വെച്ച രഹസ്യങ്ങളൊക്കെ അങ്ങ് പറയും. സുഭാഷ് ചേട്ടന് ആരോടെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നോ? സുനന്ദയാണോ സുഭാഷ് ചേട്ടൻ്റെ മനസ്സ് കീഴടക്കിയ ആദ്യത്തെ പെൺകുട്ടി എന്നൊക്കെ ഇങ്ങനെ സുധീഷ് ഓരോ ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോൾ സുഭാഷ് പറയും, എനിക്ക് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്കൊരു പെൺകുട്ടിയോട് എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അത് അവളോട് പറയാൻ പറ്റിയില്ല. കുറച്ച് നാൾക്ക് ശേഷം ഞാൻ അവളെ കണ്ടപ്പോഴത്തേക്ക് അവളുടെ കല്യാണം കഴിഞ്ഞു പോയി. പിന്നെ എൻ്റെ മനസ്സിൽ ഇഷ്ടപ്പെട്ടു വന്ന പെൺകുട്ടി സുനന്ദയാണ്. അതുകൊണ്ടായിരിക്കാം മുമ്പ് വന്ന പല ആലോചനകളും എനിക്ക് മുടങ്ങിപ്പോയത്. അവൾക്ക് സ്വന്തമാവുമെന്ന് ഞാൻ പലപ്പോഴും മനസ്സിൽ കരുതിയിട്ടുണ്ട്. പക്ഷെ ഞാനായിട്ട് തന്നെ അത് വേണ്ടെന്ന് വെച്ചതാണ്. അവൾക്കൊരു നല്ല ജീവിതം ഉണ്ടാവുന്നെങ്കിൽ ഉണ്ടാവട്ടെ എന്ന് കരുതി. പക്ഷേ നിങ്ങളുടെ കല്യാണത്തിൻ്റെ അന്ന് ഫംഗ്ഷൻ്റെ അന്ന് നിധിക്ക് ബ്ലൗസ് തയ്പ്പിക്കാൻ കൊടുത്ത സുനന്ദയുടെ കയ്യിലാണ് ഞങ്ങൾ കൊടുത്തു വിട്ടത്. അതുകൊണ്ട് തിരിച്ചു വന്ന അവൾ എൻ്റെ അടുത്തൊരു ചോദ്യം ചോദിച്ചു. അതെന്താ സുഭാഷ് ചേട്ടന് വേണ്ട ഇതുപോലൊരു കല്യാണം? എനിക്ക് സുഭാഷ് ചേട്ടനെ വലിയ ഇഷ്ടമാണ് ഇന്ന് അവളൊരു എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു. ആ നിമിഷം എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. പിന്നെ അവൾ എന്നും എന്നെ കാണാൻ അടുക്കള വാതിലിൽ കൂടി വരുന്നതും ഞാൻ അവൾക്ക് ആഹാരം ഷെയർ ചെയ്ത് കൊടുക്കുന്നതും എന്തൊക്കെ അവളെ ഒരു ദിവസം കാണാതിരുന്ന എനിക്ക് ഭയങ്കര വിഷമമാണ്. അങ്ങനെ പല കാര്യങ്ങളും സുധീഷിനോട് സുഭാഷ് പറയുന്നുണ്ട്. അവർക്ക് എന്താണ് എനിക്ക് സുനന്ദയെ വിവാഹം കഴിച്ചു തന്നാൽ ഞാൻ അവളെ പൊന്നുപോലെ നോക്കത്തില്ലയോ? എനിക്ക് വലിയ ജോലിയൊന്നും ഇല്ലെങ്കിലും എനിക്ക് സ്നേഹിക്കാൻ ഒരു മനസ്സില്ലയോടെ എന്നൊക്കെ പറയാം. പോട്ട് സുഭാഷ് ചേട്ടാ, സുനന്ദ അല്ലെങ്കിൽ അവളെക്കാൾ നല്ല പെൺകുട്ടിയല്ലേ സുഭാഷ് ചേട്ടന് കിട്ടുമെന്ന് പറയും. സുഭാഷ് ചേട്ടൻ കരയുകയും ചെറുതൊക്കെ ക്രൈസാവുകയൊക്കെ ചെയ്യും. ഇത് കേട്ടുകൊണ്ടാണ് ഹരീഷും നികേഷും നിധിയൊക്കെ അകത്തുനിന്ന് ഇറങ്ങി വരുന്നത്. അപ്പോൾ സുഭാഷിനെ കണ്ടപ്പോഴത്തേക്ക് എന്താണോ താൻ സുഭാഷ് ചേട്ടൻ എടുത്ത് കൊടുത്തത്? ഞാനൊന്നും കൊടുത്തിട്ടില്ല. താൻ സുഭാഷ് ചേട്ടനെ കുടിപ്പിച്ചോ? സുഭാഷ് ചേട്ടൻ സംസാരത്തിനൊക്കെ എന്താ ഒരു വ്യത്യാസം? എന്നിട്ട് പറഞ്ഞു, ഞാൻ കുടിപ്പിച്ചിട്ടൊന്നും ഇല്ലെന്ന് പറഞ്ഞ്. പറ സുഭാഷ് ചേട്ടാ എന്തു പറ്റി? വേണ്ട, അവനെ വഴക്ക് പറയണം. അവനെ എന്നോടുള്ള സ്നേഹം കൊണ്ട് അവൻ എനിക്കിതൊക്കെ വാങ്ങിച്ചതെന്നൊക്കെ പറയും. അപ്പോഴത്തേക്ക് സുധീഷ് പറയും, നീ ഇങ്ങനെ വന്നേ എന്ന് പറഞ്ഞുകൊണ്ട് എന്താണോ എന്ന് പറഞ്ഞുകൊണ്ട് ഹരീഷിനെ പറയും, ഇത് മദ്യമൊന്നും അല്ല, അച്ഛൻ്റെ ഒരു മദ്യക്കുപ്പി ഇരുന്ന് അതിനകത്ത് ഞാൻ കുറച്ച് പച്ചവെള്ളം ഒഴിച്ച് കൊടുത്തേ. അച്ഛൻ്റെ കട്ടിനടി നിലത്തുകൊണ്ട് വന്നതുകൊണ്ട് സുഭാഷ് ചേട്ടൻ കരുതി അത് മദ്യമാണ്. ഞാൻ സുഭാഷ് ചേട്ടന് മദ്യം കൊടുക്കും, ഇല്ലാത്ത സ്വഭാവങ്ങളൊക്കെ ഞാൻ തുടങ്ങിപ്പിക്കുമെന്നൊക്കെ ചോദിക്കുക. അത് കൊള്ളാമല്ലോ എന്ന് പറഞ്ഞാൽ ഹരീഷ് അങ്ങ് ചിരിക്കും. ഇതിപ്പോൾ നിധിക്കങ്ങ് ചിരി വരും. പച്ചവെള്ളം കുടിച്ച് ഫിറ്റാവും ആൾക്കാർ. അത് പച്ചവെള്ളമാണെന്ന് സുഭാഷ് ചേട്ടന് അറിയത്തില്ല, മദ്യമാണെന്ന് കരുതി ഇതെല്ലാം പറയുന്നതെന്ന് പറയാം. അതൊരു സുഭാഷ് ചേട്ടൻ്റെ മനസ്സിലുള്ള രഹസ്യങ്ങളൊക്കെ ഞാൻ കണ്ടെത്തിയെന്ന് പറയും. അതെന്താ? അതൊക്കെ ഞാൻ പറയാം. അങ്ങനെ അവരെല്ലാവരും കൂടി സംസാരിക്കും. അതിനുശേഷം അങ്ങ് ഉറങ്ങാൻ കിടക്കും. അതിനുശേഷം രാവിലെ ആകുമ്പോഴത്തേക്ക് സാധാരണ കണക്ക് സുഭാഷ് ജോലിയൊക്കെ ചെയ്യും. നികേഷ് കണ്ണാടിലൊക്കെ മുമ്പിലൊക്കെ നിന്ന് കോളേജിലോട്ട് പോകാനുള്ള തയ്യാറെടുപ്പൊക്കെയാണ്. മേക്കപ്പൊക്കെ ചെയ്യുന്നു.
അപ്പോഴത്തേക്ക് നല്ല പാട്ടിൻ്റെയൊക്കെ നല്ല ശബ്ദം വരും. പാട്ടിൻ്റെ ശബ്ദം കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ നികേഷ് ഇത് എവിടെ നിന്ന് ഈ പാട്ട് നോക്കുമ്പോൾ സുനന്ദയുടെ വീട്ടിൽ നിന്നാണ് പാട്ടൊക്കെ വരുന്നത്. നിശ്ചയമില്ലേ, നിശ്ചയം പൊടി പൊടിക്കാനുള്ള പാട്ടൊക്കെ ആയിരിക്കും. നിധി പറയും അതിന് ഇത്രയും ശബ്ദത്തിൽ എന്തിനാ പാട്ട് വെക്കുന്നത്? ഹരീഷ് പറയും നമ്മളെ കേൾപ്പിക്കാനായിരിക്കും, അല്ലെങ്കിൽ ഇത്രയും ഒച്ചത്തിൽ വെക്കുമോ? നമ്മൾ സുധീഷ് ചേട്ടൻ്റെ കല്യാണത്തിന് ഒച്ചത്തിൽ പാട്ടൊക്കെ വെച്ചല്ലായിരുന്നു, അതിന് പകരം വീട്ടുന്നതായിരിക്കും എന്നൊക്കെ പറയും. എന്നിട്ട് ചോദിക്കും സുഭാഷ് പറയും എനിക്ക് ഇന്ന് ജോലിയുണ്ട്, നേരത്തെ പോകണമെന്ന് പറയും. എന്നിട്ട് ചോദിക്കും നേരത്തെ പോകണോ? എന്ന് പറഞ്ഞുകൊണ്ട് സുഭാഷ് അങ്ങ് പുറത്തിറങ്ങി നിൽക്കും. പുറത്ത് പോയി നിൽക്കും. ഇതെന്താ സുഭാഷേട്ടൻ പുറത്ത് പോയി നിൽക്കുന്നത് എന്ന് ചോദിക്കും. നിധി എന്നിട്ട് എന്താ സുഭാഷ് ചേട്ടാ പുറത്ത് പോയി നിൽക്കുന്നത്? എനിക്ക് പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ പുറത്ത് പോയി നിൽക്കുന്നത്. അല്ല സുഭാഷ് ചേട്ടൻ മനസ്സും സുനന്ദയില്ലേ, സുനന്ദയുടെ കല്യാണം നടക്കുന്നതിനുള്ള വിഷമം എന്ന് പറയും. എനിക്ക് വിഷമമൊന്നുമില്ല, അവൾക്കൊരു നല്ല ജീവിതം കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ മോളെ എന്നൊക്കെ പറയും. ഉടനെ സുഭാഷ് അങ്ങ് അകത്തോട്ട് കയറിപ്പോകും. പെട്ടെന്ന് ഇന്ന് നികേഷ് പറയല്ല സുഭാഷ് ചേട്ടൻ സാധാരണ ഞായറാഴ്ച ജോലിക്കൊന്നും പോകത്തില്ലല്ലോ ഏട്ടത്തി, ഇന്നെന്താ പതിവില്ലാതെ? ഇവിടെ നിന്ന് മാറി നിൽക്കണമെന്ന് കരുതിക്കാണ്, ഇന്നൊരു ദിവസത്തേക്ക് എല്ലാവരും അഭിമുഖീകരിക്കാനുള്ള വിഷമം കൊണ്ടായിരിക്കും എന്ന് പറയും. അങ്ങനെ സുഭാഷ് അകത്തോട്ട് പോകുന്ന സമയത്ത് സുഭാഷിന് ഫോൺ ബെല്ലടിക്കും. അപ്പം ഫോൺ എടുക്കും. നികേഷ് എന്നിട്ട് പറയും സുഭാഷ് ചേട്ടൻ്റെ ഫോണാണ്, സുഭാഷ് ചേട്ടൻ ചാർജ് ചെയ്യാൻ കുത്തി ഇട്ടിട്ട് അകത്തോട്ട് കയറിയെന്ന് പറയും. ഇനി എടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് സുധീഷ് ഫോൺ വാങ്ങിച്ചിട്ട് സംസാരിക്കും. സുഭാഷ് അല്ലേ? അല്ല, ഞാൻ സുഭാഷിൻ്റെ അനിയൻ സുധീഷാണ്. എന്താ ചേട്ടാ കാര്യം? അത് എനിക്ക് സുഭാഷിനൊരു കാര്യം പറയാനുണ്ടെന്ന് പറയും. ചേട്ടൻ പുറത്ത് അകത്ത് ജോലി നിൽക്കുമോ, കൊടുക്കാമെന്ന് പറയാം. അല്ലെങ്കിൽ വേണ്ട, ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞു ഞങ്ങൾ ഫോൺ കഴിയും. എന്താ ചേട്ടാ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ പറയാമെന്ന് പറയും. വേണ്ട. അപ്പം സുധീഷ് ചോദിക്കും ഇന്ന് പണി വല്ലതും ഉണ്ടോ സൈറ്റിൽ? ഞായറാഴ്ചയല്ലേ? ഇല്ല, ഇന്ന് പണിയൊന്നും ഇല്ലല്ലോ. സുഭാഷ് ചേട്ടൻ സൈറ്റിലോട്ട് വരുന്നതെന്ന് പറയുന്നു. ഞങ്ങൾ ഇന്ന് സൈറ്റിൽ പണിയൊന്നും എടുത്തിട്ടില്ല, അതൊന്നും ഞായറാഴ്ച ആരും വരുത്തിയൊന്നുമില്ല, താക്കോലൊന്നും സുഭാഷിൻ്റെ ഇല്ല, പിന്നെ എങ്ങനെ സുഭാഷ് ജോലിക്ക് വരുന്നത്? എങ്കിൽ ശരി ചേട്ടാന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ ഫോൺ കട്ട് ചെയ്യും. അപ്പോഴത്തേക്ക് നിധിയും പറയാം അപ്പോൾ സുഭാഷിൻ്റെ മനഃപൂർവ്വം ഇവിടുന്ന് മാറി നിൽക്കാമെന്ന് ഉദ്ദേശിച്ചായിരിക്കും, ഇന്നൊരു ദിവസത്തേക്ക് മാറി നിൽക്കാമെന്ന് കരുതിയതായിരിക്കും എന്ന് പറയും. അപ്പോഴത്തേക്ക് നമ്മുടെ ഭാസ്കരൻ കുറച്ച് ചിക്കനൊക്കെ മേടിച്ചുകൊണ്ട് വരും. അപ്പോൾ കൊണ്ടുവന്നിട്ട് സുഭാഷിനൊക്കെ പറയും. സുഭാഷ് ചോദിക്കും ഇത് കുറച്ച് ചിക്കനാണ്, നീ ഒന്നീ ഇത് കറി വെക്ക് അല്ലെങ്കിൽ ബിരിയാണി ഉണ്ടാക്കാനൊക്കെ പറയും. അപ്പോഴത്തേക്ക് സുധീഷിനൊക്കെ ദേഷ്യം വരും. സുധീഷ് പറയും പിന്നെ മനുഷ്യൻ്റെ മനസ്സ് തകർന്നിരിക്കുന്ന സമയത്താണ് ഒരു ബിരിയാണി ഉണ്ടാക്കുന്നത്. ചോദിക്കുക മനസ്സ് തകരാൻ ഇവിടെ ആരെങ്കിലും ചത്തുപോയോ? അവനവൻ്റെ കാര്യം നോക്കി അങ്ങ് ജീവിച്ചാൽ മതി. പിന്നെ മരണ വീടുകണക്ക് എല്ലാവരും കൂടി ചൂന്നുകൂടി ഇരുന്ന് സംസാരിക്കുന്നത്. നിനക്ക് വേണമെങ്കിൽ വെച്ച് കഴിയുക, അല്ലെങ്കിൽ എടുത്ത് കളയാൻ പറയും. അങ്ങനെ ദേഷ്യപ്പെട്ട് ഭാസ്കരൻ അകത്തോട്ട് കയറിപ്പോവും. ഉടനെ പറയും എന്തിനാണ് വെറുതെ അച്ഛനോട് ദേഷ്യപ്പെടുന്നത്, ഇങ്ങോട്ട് ഞാൻ തന്നെയല്ലേ ഇവിടെ എല്ലാ ദിവസവും പാചകം ചെയ്യുന്നത്, ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് സുഭാഷ് ആ ചിക്കൻ മേടിച്ചങ്ങ് അകത്തോട്ട് കയറി നിൽക്കുന്നിടത്താണ് നമ്മുടെ നാളത്തെ കഥ അവസാനിക്കുന്നത്. അപ്പോൾ അതിനുശേഷം നിശ്ചയത്തിൻ്റെ അന്ന് സുഭാഷ് വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം അതിൻ്റെയൊക്കെ വരും വിശേഷങ്ങളാണ് നമ്മളിനി കാണാൻ പോകുന്നത്. അപ്പോൾ അതിനായി നമുക്ക് കാത്തിരിക്കാം. എല്ലാവർക്കും കഥ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യണേ. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. നന്ദി.